വൈകിട്ടത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനും മോനും കൂടിയിട്ട് പറമ്പിലേക്ക് നടക്കുമായിരുന്നു കേട്ടോ. പറമ്പിലെത്തിയിട്ട് നമ്മൾ മീൻ തീറ്റിട്ട് കൊടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് നമ്മളിട്ടുണ്ടായിരുന്ന ഒരു 4 കരിമീൻ ഫുള്ള് ചത്ത് ഇങ്ങനെ പൊന്തി കിടക്കുമായിരുന്നു. അത്യാവശ്യത്തിന് ചെറിയ വലുപ്പത്തിലിട്ടിട്ട് ഇത്ര വലുപ്പമായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കുളത്തിൽ ഇതുപോലെ പായലും ഇപ്പോൾ ചൂടായ കാരണം കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ കിട്ടാണ്ടാണ് വിറ്റൊരു ചത്തതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വെള്ളം അത്യാവശ്യത്തിന് തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് മീനുകളൊക്കെ നല്ല ഉഷാറായിരുന്നു, നന്നായി തീറ്റൊക്കെ എടുത്തിരുന്നു. പിന്നെ ഇതിൽ പ്രാലുള്ള കാരണം നമുക്ക് ഇവരെന്നെയാണോ തീറ്റ എടുക്കണേന്ന് നമുക്ക് അറിയണ്ടായിരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മീനൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഒന്ന് ശ്രദ്ധിക്കുക. പായലും ഇതുപോലെ നല്ല ചൂടാകുമ്പോൾ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ മീനുകളൊക്കെ ചത്തുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. വൈകിട്ടത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പറമ്പിലേക്കാട്ടോ പോയത്. പറമ്പിലെത്തി മീനൊക്കെ തീറ്റിട്ടെടുത്ത് പിന്നെ നോക്കുമ്പോഴാട്ടോ നമ്മുടെ കരിമീൻ ഒരു 4 ചത്ത് കിടക്കുന്നത് കണ്ടത്. അത്യാവശ്യം നല്ല വലിപ്പമായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ ഇട്ടിരുന്നതാട്ടോ. ഇതെങ്ങനെയാണ് ചത്തതെന്ന് നമുക്കറിയില്ല. ഇപ്പം നമ്മുടെ കുളത്തിൽ അത്യാവശ്യത്തിന് പായലും പിന്നെ വെള്ളം കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ കുറഞ്ഞിട്ടാണ് തോന്നുന്നു അങ്ങനെ ചത്തത്. പായലൊന്നും ഇല്ലാത്തപ്പോൾ മീനുകളൊക്കെ നല്ല ഉഷാറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ മീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ചൂടാണ്, അതുപോലെ പായലൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ നോക്കി നടന്ന് നമ്മുടെ മീനൊക്കെ പെട്ടെന്ന് ചത്തുപോട്ടാ. അപ്പോൾ ശരി, പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.